പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 3 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ ആദ്യത്തെ 3 മൊഡ്യൂളിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ പറഞ്ഞത്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. 4ാമത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 4ാമത്തെ മൊഡ്യൂളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അബിസിറോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് വേരിയസ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഇത് പറയുന്നത് എന്താണ്? വേരിയസ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ക്യൂസിക്കൽ ഫംഗ്ഷൻ ഓഫ് കെ കോമ എൽ. അടുത്തത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് അസ്യൂംസ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. അതിൻ്റെ പവറുകൾ എന്തായിരിക്കും? മാക്സിമം 1 ആയിരിക്കും. ഓക്കെ. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ഫസ്റ്റ് ഡിഗ്രി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q=AL പ്ലസ് BK. ഇനി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെർ ദ ഡിഗ്രി ഓഫ് ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഈസ് കോൺസ്റ്റൻറ്റ്. ഔട്ട്പുട്ടിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രപ്പോർഷനിലായിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യുക. ഓക്കെ. അടുത്ത ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈസ് എ ടൈപ്പ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് എക്സ്പെക്റ്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ. ഇത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ ആയിരിക്കും. മീനിങ് ദാറ്റ് ഇഫ് ആൾ ഇൻപുട്ട് ആർ യൂണിഫോംലി സ്കെയിൽഡ് ബൈ എ ഫാക്ടർ ദ ഔട്ട്പുട്ട് ഈസ് സ്കെയിൽഡ് ബൈ എ സെയിം ഫാക്ടർ. എല്ലാ ഇൻപുട്ടും എന്തായിരിക്കും? യൂണിഫോംലി ആയിരിക്കും അതിൻ്റെ സ്കെയിൽ ഉണ്ടാവുക, അതിൻ്റെ അളവ് അതേ അളവിലായിരിക്കും. എന്താണ്? ഒരു യൂണിഫോം സെയിം ഫാക്ടറിൻ്റെ അളവിൽ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദ ഫാക്ടർ ഈസ് ലീനിയർ. ഫാക്ടർ ലീനിയർ ആയിരിക്കും. റിസൾട്ടിങ് ഇൻ എ സിമ്പിൾ പ്രൊപ്പോർഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സിമ്പിൾ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉണ്ടായിരിക്കാം. ഇനി നോൺ ഹോമോജീനിയസ് production function. A non-homogeneous production function is a type of production function in which the degree of output elasticity with respect to input is not constant. Degree of output elasticity with respect to input is not constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ എല്ലായിരിക്കും ഉണ്ടാവുക. ഇതിൽ നോൺ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് റിട്ടേൺ സ്കെയിലോ ഡിക്രീസ് റിട്ടേൺസ് സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ റിട്ടേൺസ് സ്കെയിൽ. റിട്ടേൺസ് സ്കെയിൽ ഡിസ്ക്രൈബ് ഹൗ ഔട്ട്പുട്ട് ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ആൾ ഇൻപുട്ട്. തന്നിരിക്കുന്ന എല്ലാ ഇൻപുട്ടിൽ പ്രപ്പോർഷനേറ്റ് ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുന്നുണ്ട്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇഫ് ഡബ്ലിംഗ് ഇൻപുട്ട് റിസൾട്ട് മോർ ദാൻ ദ ഡബ്ലിംഗ് ഓഫ് ഔട്ട്പുട്ട് ദർ ആർ ഇൻക്രീസ് ഇൻ റിട്ടേൺസ് സ്കെയിൽ. എത്രയാണോ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുക അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഡബിളായിട്ടോ കൂടുതലായിട്ടോ ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയും. ഇഫ് ഔട്ട്പുട്ട് ഡബിൾ വെൻ ഇൻപുട്ട് ഡബിൾ ഈസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ. ഔട്ട്പുട്ട് ഡബിളായി അപ്പോൾ ഇൻപുട്ട് ഡബിളായി അവ സെയിം പ്രപ്പോർഷനാണ്, അതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയും. ഇഫ് ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഡബിൾ ദർ ആർ ഡിക്രീസ് റിട്ടേൺസ് സ്കെയിൽ. ഇൻപുട്ട് കൂടിയതിൻ്റെ ഇൻപുട്ട് ഡബിൾ ചെയ്തു പക്ഷേ ഔട്ട്പുട്ട് ഡബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ഡിക്രീസ് റിട്ടേൺസ് സ്കെയിൽ. ഇനി അടുത്തത് ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലിയോന്തിഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലിയോന്തിഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉദാഹരണമാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് അസ്യൂംസ് ഇൻപുട്ട് ആർ യൂസ്ഡ് ഇൻ ഫിക്സഡ് പ്രപ്പോർഷൻ ടു പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് അതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും. ഓക്കെ. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും അത് ഉപയോഗിക്കുക ഇൻപുട്ടുകൾ. ഇൻ അതർ വേർഡ്സ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സജസ്റ്റ് ദാറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ കമ്പൈൻഡ് ഇൻ ഫിക്സഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കമ്പൈൻഡ് ഫിക്സഡ് ആയിരിക്കും. പ്രീ ഡിറ്റർമിൻഡ് റേഷ്യോ ആയിരിക്കും. നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആർ പോസിബിൾ ബിറ്റ്വീൻ ദം. ഇത് തമ്മിൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ അവൈലബിൾ അല്ലായിരിക്കും. ഇനി വേരിയബിൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതിന് ഉദാഹരണമാണ് കോബ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് അലോസ് ഫോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ ഫിക്സഡ് പ്രപ്പോർഷനിൽ ഇൻപുട്ട് ഒരു ഇതുണ്ടാവും, ഔട്ട്പുട്ട് എത്രയാണെന്നുണ്ടാവും. അതിൽ ആ കോമ്പിനേഷനിൽ സെയിം കോമ്പിനേഷനിലായിരിക്കും ഉണ്ടാവും. പക്ഷേ ഈ വേരിയബിൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇതിൽ ഈ കോമ്പിനേഷനിൽ എന്തുണ്ടാവും?
ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് പ്രൊപ്പോർഷനിൽ ലേബർ ഒരു 10% ക്യാപിറ്റൽ 10% എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് പ്രൊപ്പോർഷൻ മുൻകൂട്ടി തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ലേബർ 10 ക്യാപിറ്റൽ 20 അങ്ങനെയൊക്കെ പ്രൊപ്പോർഷൻ ഉണ്ടാവും. എന്നാൽ വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഈ കോമ്പിനേഷനിൽ എന്തുണ്ടാവും, ഒരു ഫ്ലെക്സിബിലിറ്റി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10%, മറ്റേ 20 ആണെങ്കിൽ അടുത്തേൽ എന്തായിരിക്കും, ചിലപ്പോൾ ലേബർ 20 ആവും, ക്യാപിറ്റൽ 10 ആവും, അങ്ങനെയൊക്കെ വരും. അൺലൈക്ക് ദ ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ, ദ വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അലോസ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻപുട്ട് ടു അച്ചീവ് എ ഡിസൈഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതിലുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അവൈലബിൾ ആകും ഇൻപുട്ടിൽ. ആദ്യത്തേൽ ലേബർ ഉപയോഗിച്ച അത്ര തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം എന്ത് ചെയ്യില്ല, ഈ ലേബർ ഉപയോഗിക്കില്ല. അതിന് പകരം എന്തെങ്കിലും ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡെവലപ്പ് ചെയ്ത് ചാൾസ് കോബ് ആൻഡ് പോൾ ഡഗ്ലാസ്. ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് there are two input labor and capital. Douglas production function takes allow following mathematical equation: Q is equal to L alpha K beta. Q manufacturer input, L is quantity of labor employed, K is quantity of capital employed, A is a total factor productivity, alpha beta ഇതിൻ്റെ parameters ആണ്. ഓക്കെ, next one is production possibility curve. The production possibility curve represents the various combination of two goods that a country can produce given its level of technology and available resources. ഒരു രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന 2 ഗുഡ്സിൻ്റെ വേരിയസ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണിത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതായിരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇത് കോൺകേവ് ആയിരിക്കും. ഇതിൻ്റെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ എല്ലാ റിസോഴ്സും എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് refers to a technique for the formulation and solution of problem in which some linear function of 2 or more variable is to be optimized subject to a set of linear constraints, at least one of which must be expressed in equality. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം നമ്മൾ എന്തുണ്ടാക്കുക, ഫോർമുലേറ്റ് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ഒരു ഫേമിൽ മാക്സിമം പ്രൊഡക്ഷൻ അതൊരു പ്രോബ്ലമാണ്, അതിൻ്റെ ഫോർമുലേറ്റ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ എന്തായിരിക്കും, ലീനിയർ ഫംഗ്ഷൻ ഓഫ് 2 or more വേരിയബിൾ. അവിടെ 2 or more വേരിയബിളിൻ്റെ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. അതെന്ത് ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്യും. ചിലപ്പോൾ മാക്സിമൈസ് ചെയ്യും, അല്ലെങ്കിൽ മിനിമൈസ്, സബ്ജക്റ്റ് ടു ലീനിയർ കൺസ്ട്രെയിൻറ്റ്. അതിന് ലീനിയർ കൺസ്ട്രെയിൻറ്റ് ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അറ്റ്ലീസ്റ്റ് വൺ എന്തായിരിക്കും, ഇനീക്വാലിറ്റി ആയിരിക്കും. നമ്മൾ ലീനിയർ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടോ, ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് സ്റ്റഡീസ് ദ ഇന്റർ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. ഒരു എക്കോണമിയിലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. അത് സ്റ്റഡി നടത്തുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഇറ്റ് എക്സാമിൻ ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ സെക്ടേഴ്സ്. ഇതെന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഫ്ലോ ബിറ്റ്വീൻ സെക്ടേഴ്സ് തമ്മിലുള്ള ഫ്ലോ ആണ് ഇത് എക്സാമിൻ ചെയ്തതാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ സെക്ടർ ഓൺ എൻറ്റയർ എക്കോണമി. ഒരു സെക്ടറിലുള്ള മാറ്റം എൻറ്റയർ എക്കോണമിയിൽ എന്ത് ഓവറോൾ എക്കണോമിക് ഇമ്പാക്റ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളതാണ്. ലിയോൺതിഫ് മെട്രിക്സ്. ലിയോൺതിഫ് മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ടെക്നിക്കൽ കോഫിഷ്യൻ്റ് ഓഫ് എൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇതെന്താണ്, ടെക്നിക്കൽ കോഫിഷ്യൻ്റ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലാണ്. ഇറ്റ് ഡിസ്ക്രൈബ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. ഇനി ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം. ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രോബ്ലത്തെ നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോബ്ലമാണ് ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം. ഇതിന് രണ്ടിനും എന്തുണ്ടാവും, ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ ഉണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈമൽ പ്രോബ്ലത്തിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം ആണെങ്കിൽ ഡ്യുവൽ എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഓക്കെ, ദ ഡ്യുവൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഫീസിബിലിറ്റി ആൻഡ് ഒപ്റ്റിമാലിറ്റി ഓഫ് ദ പ്രൈമൽ പ്രോബ്ലം. ഓക്കെ, ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 4 നിന്ന് മനസ്സിലാക്കാനുള്ളത്.